ഇന്ന് പൊന്നൂസിൻ്റെ ബസ് കൃത്യം 4:30 തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നേ. ഞാൻ ഒരു 2 മിനിറ്റ് വൈകിപ്പോയി കേട്ടോ പുറത്തിറങ്ങി ചെല്ലാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ഹെൻസിബിയുടെ ഉറക്കമാണ് കേട്ടോ ഇവിടെ നഷ്ടപ്പെട്ടു പോയത്. എൻ്റെ ഹെൻസി ബേബിക്ക് കുഞ്ഞൊരു സൗണ്ട് മതി കേട്ടോ പെട്ടെന്ന് ഉണരാൻ. അതുകൊണ്ട് തന്നെ പകലൊന്നും വലുതായിട്ട് ഉറങ്ങത്തേ ഇല്ല കേട്ടോ. പൊന്നിന് ഞാൻ പെട്ടെന്ന് തന്നെ സ്നാക്സും ചായയൊക്കെ കൊടുത്തിട്ട് ആളെ ദറസിലേക്ക് കൊണ്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. പൊന്നിന് ദറസ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ബ്രേക്ക് കിട്ട്. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ട്യൂഷന് പോക്ക്. ആ ഒരു ടൈമിൽ കഴിക്കാനുള്ള ഫുഡ് റെഡിയാക്കുകയാണ് ഞാൻ. ഇന്ന് ഞാൻ സെറ്റാക്കിയിട്ടുള്ളത് കോണാണ്. ആൾക്ക് കോൺ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പം കോൺ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പൊന്നുവിൻ്റെ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെക്കുവേ. ഹെൻസ് ബേബിയുടെ ഉറക്കം കംപ്ലീറ്റ് ഫിനിഷ് ആവാതെ ആൾ ഉണർന്നുകൊണ്ട് തന്നെ ആൾ കുറച്ച് നിർബന്ധമൊക്കെ കാണിച്ചിട്ട് എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നേ. ഇന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഫാദറിലെ ഒന്ന് പുറത്ത് പോയിട്ട് വന്നായിരുന്നേ. അപ്പോൾ ആൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ചോക്ലേറ്റ്സ് എല്ലാം. അങ്ങനെ ഈ ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഹെൻസിബിയെ ഞാനൊന്ന് ഓക്കെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും പൊന്നൂസിൻ്റെ ദറസിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞിട്ട് പൊന്നൂസിനെ വിളിക്കാൻ പോകേണ്ട ടൈമായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പൊന്നൂസിനെ വിളിച്ചുകൊണ്ട് വന്ന് പൊന്നൂസിൻ്റെ ഷെയർ പൊന്നൂസിനും കൊടുത്തിട്ട് എൻ്റെ ഷെയർ ഞാൻ ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ്സ് ഇഷ്ടമല്ലാത്തത് കൊണ്ടൊന്നും അല്ല കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാറ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചോക്ലേറ്റ്സ് കഴിക്കാനുള്ളൊരു ക്രേവിങ്സ് വരുവേ. അപ്പോൾ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാറ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺസിനകത്ത് മസാലാസൊക്കെ ആഡ് ചെയ്തിട്ട് കുട്ടീസിന് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഹെൻസു ബേബിക്ക് ഹെൻസു ബേബിയുടെ ഫുഡിനെക്കാട്ടി ഇഷ്ടം താത്തയ്ക്ക് കഴിക്കാൻ കൊടുക്കുന്ന ഫുഡ്സിനോടാണ്. ഹെൻസു ബേബിക്ക് നല്ല കളർഫുൾ ഫുഡ്സിനോടാണ് കേട്ടോ ഇപ്പോൾ അട്രാക്ഷൻ. അങ്ങനെ രണ്ടാളും അത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഞങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത 2 അതിഥികളെ ഞങ്ങളെ കാണാൻ വന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇവരെക്കുറിച്ചാണ്. ഇതെൻ്റെ ബ്രദേഴ്സാണ്. പൊന്നൂസിന് മാമിച്ചമാരോട് ഒരു പ്രത്യേക അട്രാക്ഷനാണ്. അതുകൊണ്ട് തന്നെ അവരെ കണ്ടു കഴിഞ്ഞാൽ ആൾ ഓടിയെത്തുവേ. അക്കാര്യത്തിൽ ഹെൻസു ബേബിയും തീരെ പുറകിലല്ല കേട്ടോ. മാമിച്ചിമാരെ കണ്ടപ്പോൾ തന്നെ അവരുടെ കൂടെ കൂടിയിട്ട് പോകാനുള്ള ധൃതിയിലായിരുന്നേ. എനിക്ക് ടാറ്റയൊക്കെ തന്നിട്ട് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ കുട്ടീസിനെയൊക്കെ കളിപ്പിച്ച് കുറച്ച് നേരം അവരായിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ അവർ പോയത്. മാമിച്ചമാർ രണ്ടുപേരും കൈ നിറയെ ചോക്ലേറ്റ്സും ഗിഫ്റ്റ്സും ഒക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ രണ്ടാളും കാണാൻ വന്നത്. അവർ രണ്ടാളും കൊണ്ടുവന്ന ഗിഫ്റ്റ്സൊക്കെ ഓപ്പണാക്കി അവർ കൊണ്ടുവന്ന ചോക്ലേറ്റൊക്കെ കഴിച്ചിട്ട് ആ ഗിഫ്റ്റ്സൊക്കെ വെച്ചിട്ട് കളിച്ചിട്ടാണ് കേട്ടോ പൊന്നൂസ് ട്യൂഷനിലേക്ക് പോകാൻ റെഡിയായത്. മാമിച്ചിമാരെ ഹെൻസു ബേബിക്ക് കൊണ്ടുവന്ന ഡോള് ഇതായിരുന്നേ. അപ്പോൾ ആൾക്ക് ഇതൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ട് ഞാൻ പൊന്നൂനെ കൊണ്ട് ട്യൂഷനിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.